300 വർഷങ്ങൾക്ക് ശേഷം 1898 ഈ നാട് മുഴുവൻ ഇതുപോലെ മണൽ വിരിച്ച് കിടക്കുകയാണ്. ഇവിടെ ആട് മേയിച്ചിരുന്ന ഒരു ബാലൻ, അവൻ ഈ വഴി നടന്നു പോകുമ്പോൾ അവൻ്റെ കാല് ഒന്നിൽ ഉടക്കി. അവനത് നോക്കുമ്പോൾ താഴെ എന്തോ മരത്തിൻ്റെ ഇത് കണ്ടു. അവനത് കുഴിച്ചു. അത് കുഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കുരിശ്, ഒരു മരക്കുരിശ് അവൻ കണ്ടു. അവൻ ഉടനെ തന്നെ ഈ നാട്ടിലെ തൊട്ടടുത്തുള്ള ചൊക്കൻകുടിയിലെ ദേവാലയത്തിലേക്ക് അവിടുത്തെ വികാരിയച്ഛനെയും അവിടുത്തെ ഇടവജനങ്ങളെയും അറിയിച്ചു. അവർ വന്ന് ഇവിടെ വന്ന് ഈ കുരിശ് വീണ്ടെടുത്തു. കുരിശ് വീണ്ടെടുക്കുമ്പോഴാണ് അതിന് താഴെ അന്ന് 1339 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പണിത ആ ദേവാലയം മാത്രം ഒരു കേടുപാട് പോലും ഇല്ലാതെ ആ ഭൂമിയുടെ താഴെ, മണലിന് താഴെ അവിടെ നിൽക്കുന്ന കാഴ്ച പിന്നീട് കണ്ടത്. അങ്ങനെ ഇവിടുത്തെ വിശ്വാസികളും ഇടവജനങ്ങളെല്ലാവരും കൂടി ആ ഒരു കുരിശും ആ ഒരു ദേവാലയവും വീണ്ടെടുത്തു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ദേവാലയം, ഈ ദേവാലയം 2 നിലയായിട്ടാണ് പണിതിരിക്കുന്നത്. കാരണം ഈ മണ്ണിൻ്റെ അടിയിൽ അന്ന് പണ്ടത്തെ ആ ഒരു ക്രൈസ്തവ ദേവാലയവും അന്ന് ആ ബാലൻ്റെ കാലിൽ കൊണ്ട ആ കുരിശും ഇപ്പോഴും അവിടെയുണ്ട്, ആ ദേവാലയവുമുണ്ട്. അതിന് മുകളിൽ ഇപ്പോൾ ഒരു പുതിയൊരു ദേവാലയം, ചെറിയൊരു ദേവാലയം നിർമ്മിച്ചു എന്ന് മാത്രം. അത്ര വലിയ ചരിത്ര പ്രാധാന്യമുള്ള, അത്ഭുതമുള്ള ആ ഒരു ദേവാലയത്തിലേക്ക് നമുക്ക് കിടക്കാം. ഈ അത്ഭുതം നടന്ന ആ ദേവാലയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അത് ശരിക്കും ഭൂമിക്ക് അടിയിലാണ്. നേരത്തെ പറഞ്ഞ പോലെ മണൽ വന്ന് മൂടി പിന്നീട് കണ്ടുപിടിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതിനുവേണ്ടി താഴേക്ക് ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റെപ്പിൽ കൂടെ തന്നെ ഈ ഒരു ദേവാലയത്തിലേക്ക് നമുക്ക് താഴേക്ക് കടന്നു പോകാം. നമ്മളിവിടെ കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് പേര് തിരികൾ കത്തിച്ച്, എപ്പോഴും ഒരുപാട് വിശ്വാസികൾ ഇവിടേക്ക് കടന്നു വരും. അവർ ഇവിടെ തിരികൾ കത്തിച്ച് വരുമ്പോൾ തന്നെ അവരിവിടെ തിരികൾ കത്തിക്കും. തിരികൾ കത്തിച്ച് മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് തന്നെയാണ് അവരിവിടെ അകത്തേക്ക് പോകുന്നത്. ഇത് നമ്മൾ ആ പഴയ ദേവാലയത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ 3 ഭാഷകളിൽ, അതായത് തമിഴ്, ഇംഗ്ലീഷ്, മലയാളം, ഈ 3 ഭാഷകളിൽ ഈ ദേവാലയത്തിൻ്റെ ഹിസ്റ്ററി, ചരിത്രം ഇവിടെ അവർ എഴുതി വച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് ഇവിടെ കയറി വന്ന് ഇവിടെ ഒരു നിലവിളക്കുണ്ട്. ആ നിലവിളക്കിൽ എണ്ണ ഒഴിച്ച് തിരികത്തിച്ച് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദേവാലയത്തിലേക്ക് കടന്ന് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കടക്കുന്നത് ഇത് പഴയ ആ ദേവാലയമല്ല. ഇത് പിന്നീട് അവർ ആ ദേവാലയം കണ്ടെത്തിയതിന് ശേഷം കയറി വരാൻ വേണ്ടി നിർമ്മിച്ചതാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് വിശ്വാസികളുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി നിൽക്കാൻ വേണ്ടി ഒരു 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 റൂം അല്ലെങ്കിൽ ഒരു ഹോള് പോലെ ദേവാലയത്തോടെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾ കാണാൻ സാധിക്കും, ഈ കാണുന്നതാണ് ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന കവാടവും ആ ഭിത്തിയും. അതാണ് അന്ന് 1339 പണിത പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ ദേവാലയം പണിയണമെന്ന് പറഞ്ഞ് പണിത ദേവാലയം. ഈ ദേവാലയമായിരുന്നു ഏകദേശം ഒരു 300 വർഷങ്ങളോളം മണ്ണിൻ്റെ ഉള്ളിൽ അടിപ്പെട്ട് പോയത് ഈ ഒരു ദേവാലയം. ആ ദേവാലയം ഇന്നും ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഒരുപാട് വിശ്വാസികൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. മണൽ മാതാവ് എന്ന പേരിൽ മാതാവ് ഇപ്പോഴും അവിടെ അകത്തുണ്ട്. ആ മാതാവ് അന്ന് കൊണ്ടുവന്ന ആ മാതാവ് ഉണ്ട്. അതോടൊപ്പം തന്നെ അന്ന് ഇടയബാലൻ 1800കളിൽ ഇടയബാലൻ്റെ കാലിൽ ഒരു കുരിശ്, മരക്കുരിശ് കാലിൽ പെടുകയും അത് കണ്ടിട്ടാണ് ഇതിനുള്ള ദേവാലയം കണ്ടെത്തുന്നത്. ആ ഇടയബാലൻ കണ്ടെത്തിയ കുരിശാണ് ഈ ദേവാലയത്തിൻ്റെ ടോപ്പിലെ കുരിശായിരുന്നു അന്ന് ആ ഇടയബാലൻ കണ്ടെത്തിയത്. ആ കുരിശ് ഇതിൻ്റെ മുകളിലുണ്ട്. അതിനകത്ത് കടക്കാനായിട്ട് 2 സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ ആദ്യം ഈ ദേവാലയത്തിനകത്ത് കയറി പ്രാർത്ഥിക്കാം. அனைவருக்கும் வணக்கம். நான் தூத்துக்குடி மறை மாவட்டம் சொக்கன்குடியிருப்பு பங்கு அதிசய மணல் மாதா திருத்தலத்திலிருந்து உங்களோடு பேசுகின்றேன். இந்த திருத்தலமானது சிறந்த விதத்தில் ஏராளமான மக்களை இந்த இடத்திற்கு வர வைத்து அதிசய மணல் அன்னையின் வழியாக ஏராளமான அருளை பெற்று செல்கின்ற இடமாக இருக்கிறது. இந்த திருத்தலம் கண்டுபிடிக்கப்பட்ட நாளிலிருந்து இந்த இடத்திற்கு வருகின்றவர்கள் அனைவரும் ஏராளமான வரங்களை பெற்று செல்கிறார்கள். அந்த வகையில் நீங்கள் பார்க்கின்ற
இந்த ஒரு ஆலயமும் இந்த ஒரு பலிப்பீடமும் தான் தொடக்கத்தில் இந்த ஆலயம் கண்டுபிடிக்கப்பட்ட போது இருந்த ஒன்று. அதே நேரத்தில் இங்கே இருக்கின்ற சிறுவங்கள் 3மே இந்த ஆலயம் தோண்டி கண்டடிக்கப்பட்ட போது உள்ள ஒரிஜினல் சிறுவங்கள். இந்த ஆலயம்தான் ஏறக்குறைய பல ஆண்டுகள் பூமிக்கு அடியிலிருந்து ஒரு ஆடு மேய்க்கின்ற சிறுவனால் கண்டுபிடிக்கப்பட்டது. இந்த இடத்திற்கு வருகின்றவர்கள் நிச்சயமாக இறை ஆசிரை பெற்று செல்கின்றார்கள். இந்த ஆலயத்திற்கு மேல் இப்பொழுது வழிபாட்டிற்காக ஒரு பெரிய ஒரு ஆலயம் கட்டப்பட்டிருக்கிறது. அந்த இடத்திலும் மக்கள் வழிபாடு செலுத்தி இறை ஆசிரை பெறுகின்றார்கள். இந்த இடம் ஏறக்குறைய ஏராளமான மக்கள் இந்த மணலில் படுத்து உறங்குகின்ற பொழுது அருளையும் ஆசீர்வாதத்தையும் பெறுகிறார்கள் என்று சொல்லி அவர்களுடைய ஒவ்வொரு நிகழ்விலிருந்து சாட்சி பகிர்ந்து கொண்டிருக்கிறார்கள். இப்படிப்பட்ட திருத்தலத்தில் இருந்து உங்களோடு பேசுவதில் நான் மிகுந்த மகிழ்ச்சி அடைகின்றேன். ആയിരത്തി 339 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ദേവാലയം പണിയണമെന്ന് പറഞ്ഞ് പണിത ദേവാലയത്തിലാണ് ഞാനിപ്പോൾ. മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് ഏകദേശം ഒരു 300 വർഷത്തോളം ഈ ഒരു ദേവാലയം മണ്ണിനടിയിൽ മണൽ മൂടി കിടന്നിരുന്നു. 300 വർഷങ്ങൾക്ക് ശേഷം ആണ് ഈ ദേവാലയം വീണ്ടെടുക്കുന്നത്. അതിനുശേഷം വിശ്വാസികളോടൊന്ന് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു അൾത്താര അന്ന് 1339 പണിയുന്ന അൾത്താരയും അതിനുള്ളിലുള്ള ആ 3 രൂപങ്ങൾ അന്ന് ആ കാലഘട്ടത്തിൽ അന്ന് വത്തിക്കാൻ സ്ഥാനപതി ഡെലഗേറ്റ് ഇവിടേക്ക് കൊടുത്തുവിട്ട അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന് സ്ഥാപിച്ച ആ മാതാവിൻ്റെ രൂപവും കൂടിയാണ് ഇരിക്കുന്നത്. അതാണ് മണൽ മാതാവ്. ഇവിടേക്ക് ഒരുപാട് വിശ്വാസികൾ കടന്നു വരുന്നു. ഒപ്പം മറ്റ് കാര്യങ്ങളൊന്നും ഈ ദേവാലയത്തിൽ ചെയ്തിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മറ്റു വിഷയം, അന്ന് ഈ ഒരു ദേവാലയം നിർമ്മിച്ച ശേഷം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇവിടേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ശ്വാസമുട്ടലൊക്കെ അനുഭവിച്ചിരുന്നു. കാരണം ഇത് മണ്ണിനടിയിലാണല്ലോ, ഇപ്പോഴും നമ്മൾ മണ്ണിനടിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അന്ന് 1800കളിൽ വിശ്വാസികൾ പണിത ഒരു വെന്റിലേഷനാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഈ ദേവാലയത്തിൻ്റെ ഏകദേശം ഒരു 6 സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഇത് നേരെ വെന്റിലേഷൻ പോലെ മുകളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വായു അകത്തേക്ക് കടന്നു വരുന്നു. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും അൾത്താരയുടെ 2 സൈഡിലും ഇതുപോലുള്ള വെന്റിലേഷൻ അന്ന് നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കടന്നു വന്ന ആ ഒരു കവാടമാണ്. ഈ കവാടത്തിൻ്റെ 2 സൈഡിലായിട്ട് സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് നേരെ ചെല്ലുന്നത് ആ പഴയ ദേവാലയത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ആ കുരിശിലേക്കാണ്. അന്നത്തെ കുരിശ്, ആ കുരിശ് നമുക്കൊന്ന് കാണാം. நீங்கள் பார்க்குற இதுதான் இப்பொழுது மக்கள் வந்து இந்த குருசை தொட்டு வணங்கி அவங்க தங்களுடைய வேண்டுதலை அவங்க பெற்று செல்கிறாங்க. நீங்கள் பார்க்குற இந்த குருசு தான் ஏறக்குறைய 300 வருடத்திற்கு முன்னால் உள்ள குருசு. அது அழியாமல் எந்த விதமான பாதிப்பும் இல்லாமல் அது அப்படியே இருக்கிறது.